بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗം കരസ്ഥമാക്കുന്നവരിൽ അവൻ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് അവൻ്റെ ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മളെ ചലിപ്പിക്കുന്നു എന്നുള്ളത്. ഏത് സമയത്തും നമസ്കാരവേളയിൽ 17 തവണ നിർബന്ധത്തോടുകൂടിയും അതിനപ്പുറത്ത് ഐച്ഛിക നമസ്കാരങ്ങളിലും അള്ളാഹുവോട് ആദ്യമായി പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ വഴിയിലൂടെ നയിക്കണേ എന്നാണ് ഫാത്തിഹയിലൂടെ ആദ്യമായി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി, ഇത് ഞാനും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ അവന് കൊടുക്കും. നേരായ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണേ എന്ന് നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ അള്ളാഹുവോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവേ, ഹിദായത്തിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചതിന് ശേഷം
ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ റബ്ബന ലാ തുസിഗ് ഖുലൂബന, ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ റബ്ബേ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം. സത്യത്തിൻ്റെ വഴി, ആ വഴിയിലൂടെ നയിക്കണേ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ആ വഴിയിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിക്കരുതേ എന്ന് അള്ളാഹുവോട് വീണ്ടും ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടി വരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നീ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിൻ്റെ മതത്തിൽ, നിൻ്റെ ദീനിൽ മരിക്കുന്നത് വരെ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആദ്യമായി സ്വർഗലോകത്ത് പ്രവേശിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അവിടുന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ ഹൃദയം. അത് ചലിപ്പിക്കുമ്പോൾ, റബ്ബത് ചലിപ്പിക്കുമ്പോൾ അത് മാറി മറിയുന്നൊരവസ്ഥയിലേക്ക് എത്തും. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. കാലം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, ലോകനാശത്തിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ, തുച്ഛമായ ഈ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിറ്റുകൊണ്ടിരിക്കുന്നൊരു സമയമെത്തുമ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രഭാതത്തിൽ ഒരാൾ വിശ്വാസിയാണെങ്കിൽ പ്രദോഷമാകുമ്പോഴത്തേക്ക്, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അയാൾ കുഫിരിയത്തിലേക്ക് എത്തുകയാണ്, കാഫിറായി പോവുകയാണ്. നേരം വൈകുന്നേരം അയാൾ മുഅ്മിനായിരുന്നു, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അയാൾ കാഫിറായി പോകുന്നു. ദീന് ദുനിയാവിന് വേണ്ടി നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. സഹോദരങ്ങളെ, ഏത് സമയത്തും നാം മനസ്സിലാക്കേണ്ട വിഷയമാണിത്. റബ്ബ് നമ്മൾക്ക് നൽകിയ ഹിദായത്ത്, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണിത്. ആ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളെ കൊണ്ടോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹിദായത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം, അള്ളാഹുവിൻ്റെ മതമായിട്ടുള്ളത്, ദീനായിട്ടുള്ളത്, ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ് അള്ളാഹ് സ്വീകരിക്കുന്ന മതം. മുസ്ലിമായിരിക്കണം, ഇസ്ലാമിലായിരിക്കണം. ആ മുസൽമാനായിക്കൊണ്ട്, ഇസ്ലാമിലായിക്കൊണ്ട് അവൻ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് റബ്ബ് വാഗ്ദാനം ചെയ്ത ജന്നത്ത് അഥവാ സ്വർഗം. ഏതാണ് ആ സ്വർഗം? അർളുഹസ് സമാവാത്ത് വൽ അർള്, ആകാശഭൂമിയോളം വിശാലമായി കിടക്കുന്ന റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതല്ലെങ്കിൽ അതാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയും. ലോകത്ത് എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മതങ്ങളുണ്ടായിരുന്നാലും, എത്രയോ ആളുകളുടെ ആൾക്കൂട്ടങ്ങൾ ഇസ്ലാമിനേക്കാൾ മറ്റു മതവിഭാഗത്തിനുണ്ടായിരുന്നാലും, നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമായിരിക്കും. ആ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായിട്ടുള്ളത്, അനുഷ്ഠാനങ്ങളും ആചാരവുമായി ബന്ധപ്പെട്ടത്. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എൻ്റെ സഹോദരങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിലെ ഏത് കാര്യങ്ങളും അത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അമ്പിയാക്കൾക്ക് പോലും ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു മതനിയമങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. വഹിയിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി നൽകുന്നു. അത് നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തു നജ്മിൽ കാണാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. വമാ യൻതിഖു, അവിടുന്ന് ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ, തൻ്റെ മനസ്സ് തോന്നിപ്പിക്കുന്ന, തൻ്റെ നഫ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന
തൻ്റെ ഖൽബിലെ ഏതെങ്കിലും ഒരാശയം ഇസ്ലാമിക മതനിയമമായിട്ട് അതല്ലെങ്കിൽ അത് ശറഇൽപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നില്ല. മറിച്ചോ എങ്ങനെ നമസ്കരിക്കണമെന്ന്, എങ്ങനെ നോമ്പെടുക്കണമെന്ന്, ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും എങ്ങനെ ചെയ്യണമെന്ന്, അഖീദയെക്കുറിച്ചാകട്ടെ അഹ്കാമുകളെക്കുറിച്ചാകട്ടെ ഏത് നിയമങ്ങളാണെങ്കിലും ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന കൃത്യമായ വഹ്യ് മാത്രമാണത്. ഒരൊറ്റ അമ്പിയാക്കൾക്ക് പോലും സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹ് അനുവാദം കൊടുത്തിട്ടില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അനുവാദം കിട്ടിയിട്ടില്ല. മറിച്ചോ മതമായിട്ട് ദീനായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചത് മുഴുവനും അള്ളാഹു റസൂലിനെ അറിയിച്ച കാര്യങ്ങൾ മാത്രമാണ്. ഇന്നതൊക്കെ ഹറാമാണ്, ഇന്നതൊക്കെ ഹലാലാണ്, സ്വർഗീയ ലോകത്തേക്ക് പോകുന്നത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ദീൻ സമ്പൂർണമാണ്, മതം പൂർത്തിയായി കഴിഞ്ഞതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അവിടുന്ന് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെയും കൂട്ടി മക്കയിലേക്ക് ഹജ്ജിന് പോയപ്പോൾ ആ മക്കയിൽ വെച്ച് ആ മിനയിൽ വെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഓതിക്കൊടുക്കുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹുവിൻ്റെ ദീൻ ഇതാ സമ്പൂർണമായിരിക്കുന്നു, അഥവാ റബ്ബിൻ്റെ വചനം, ഇന്നിതാ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ നിഅമത്ത്, അതുപോലെ തന്നെ ഇസ്ലാം എന്ന മതം, ആ മതത്തെ ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇസ്ലാമിനെയാണ് അള്ളാഹ് തൃപ്തിപ്പെട്ട മതമായി സ്വീകരിച്ചിരിക്കുന്നത്. ആ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. മതം പൂർത്തിയായി കഴിഞ്ഞു. ഏത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായും അവസാനമായും ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. ആ ഹജ്ജിൻ്റെ വേളയിലാണ് ഇസ്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്, അന്ന് ദീനായിട്ട് എന്തൊക്കെയുണ്ടോ അതാണ് ഇന്നും ദീനായിട്ടുള്ളത്, അന്ന് ദീനല്ലാതെ എന്തൊക്കെയുണ്ടോ അത് ഇന്നും ദീനല്ല. ഈ ആയത്തിറങ്ങുമ്പോൾ എന്തൊക്കെ ദീനിലുണ്ടോ അത് മുഴുവനും ദീനിലുള്ളതാണ്. ഈ ആയത്തിറങ്ങുമ്പോൾ എന്തൊക്കെ ദീനിലില്ലേ അതിന് പുണ്യം നിശ്ചയിക്കാൻ, എണ്ണം നിശ്ചയിക്കാൻ, ഇത്ര തവണ ചെല്ലാൻ, ഈ രീതിയിൽ ചെയ്യാൻ, നമസ്കാരമോ ദിക്റോ സ്വലാത്തുകളോ എന്തോ ആകട്ടെ പ്രിയപ്പെട്ടവരെ, ദീന് പൂർത്തിയാക്കപ്പെട്ട ആ ദിവസത്തിൽ ദീനിൻ്റെ പട്ടികയിൽ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണാത്തതൊന്നും ദീനല്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടൊരു മുസ്ലിം എന്ന നിലക്ക് നാം അനിവാര്യമായിട്ട് അറിയണം, ഞാൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാനൊരു മുസ്ലിമാകുമ്പോൾ ഷഹാദത്തിൻ്റെ 2 വാചകങ്ങൾ അള്ളാഹ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ടവൻ ചെയ്യേണ്ടത് ഇതാണ്. എന്താണ് അവൻ പറയുന്നത്? അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. ലോകത്തോടവൻ വിളിച്ചു പറയുന്നു, ഞാനാണ് സാക്ഷി. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അവൻ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സാക്ഷ്യത്തിൻ്റെ വചനമാണത്. എന്താണ് അവന് പറയുന്നത്? അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമേയുള്ളൂ. ഇത് പറയുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത്. എന്താണ് അവനും പറയുന്നത്? ലോകമേ, ഞാനതിന് സാക്ഷിയാണ്. ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, അതുപോലെ തന്നെ സഹായം ചോദിക്കപ്പെടാൻ, ഇസ്തിഗാസയും ഇസ്തിആനത്തും എല്ലാം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതിന് എന്നെ കണ്ട് പഠിക്കണം. ഞാനാണതിന് സാക്ഷി. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും മനസ്സിൻ്റെ തൃപ്തിയോടുകൂടി ഞാൻ ചെയ്യേണ്ടവനാ. അവിടുന്ന് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഞാൻ വിട്ടു നിൽക്കേണ്ടവനാ. ഇത് പറയുമ്പോഴാ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് പറയുന്ന നമ്മൾ എന്തിനാണ് ആമുഖമായിട്ട് ഉത്ബുദ്ധ സദസ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നെനിക്കറിയാം. നിങ്ങൾ കേട്ടതാണ്, പഠിച്ചതാണ്. പക്ഷേ സഹോദരങ്ങളെ, ചില വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ്, ചില വിഷയങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആമുഖമായിട്ട് എന്താണ് ഇസ്ലാമെന്നും അമ്പിയാക്കൾക്ക് പോലും ഇസ്ലാമിലെ റോൾ എന്താണെന്നും ഏത് നിലക്കാണ് ഇസ്ലാമിനെ കുറിച്ച് നാം പഠിക്കേണ്ടത് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിഷയത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ച ഞാൻ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭങ്ങളിലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായി പറയാത്ത കാര്യങ്ങൾ മതപരമായ ഒരു വിഷയമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്. ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും, ചതിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഒരു നേർവര വരച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഈ നേരായി കാണുന്ന മാർഗമുണ്ടല്ലോ, ഹാദാ സബീലി, ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വഴി, ഈ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ആ നേർവഴി വരച്ചു, നേർവര വരച്ചു. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം, അതിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ആ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞ റസൂൽ ഈ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കുറേ വളഞ്ഞ വരകൾ വരച്ച് ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുതേ, അങ്ങോട്ടേക്ക് നിങ്ങൾ പോകരുതേ, നരകത്തിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ പിശാചുക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ലോകത്തൊരുപാട് മതങ്ങൾ വരും, ഒരുപാട് സംസാരങ്ങൾ വരും, ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ പല ആശയങ്ങളും പ്രചരിപ്പിക്കും. അവസാന കാലത്ത് അങ്ങനെയാകും. യകൂനു ഫി ആഖിറിസ് സമാൻ, അവസാന കാലം എത്തുമ്പോൾ ചില ദജ്ജാലുകൾ വരും. ദജ്ജാലൂന കദ്ദാബൂന, ആ ദജ്ജാലുകൾ വരുന്നത് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി കളവ് പറയുന്ന ആളുകൾ. ആ ആളുകളുടെ പ്രത്യേകത, അവർ വരികയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാത്ത ആശയങ്ങളുമായി, നിങ്ങളോ നിങ്ങളുടെ മുൻഗാമികളോ നിങ്ങളുടെ പിതാക്കളോ കേൾക്കാത്ത സംസാരങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അവരെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. ഇസ്ലാമിക വിഷയങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ തർക്കങ്ങൾ വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ പല കർമ്മങ്ങളെക്കുറിച്ചും അവന് അറിയേണ്ടി വരും. ഒരു വിഭാഗം പറയുന്നു ഇത് ദീനിലുള്ളതാണെന്ന്, ഒരു വിഭാഗം പറയുന്നു ഇത് ദീനിലില്ലാത്തതാണെന്ന്, ഒരു വിഭാഗം പറയുന്നു അത്ര കാര്യമാക്കേണ്ടതില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യാതിരിക്കട്ടെ, അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല, അതിൻ്റെ പേരിൽ സംസാരിക്കേണ്ടതില്ല, ഓരോരുത്തൻ്റെ ഇഷ്ടമാണത്. അവനത് ചെയ്തവൻ നരകത്തിലാണെങ്കിൽ നരകത്തിലേക്ക് എത്തട്ടെ, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തട്ടെ എന്ന് പറയുമ്പോൾ എന്ത് സ്വീകരിക്കണം ഒരു മുസ്ലിം? അള്ളാഹു പറയുന്നു ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇതാണ് ഖുർആൻ ഒരു മുസൽമാൻ്റെ നിലപാടായിട്ട് പറയുന്നത്. ഷഹാദത്ത് ചൊല്ലിയ ഒരു മുസ്ലിം ഏത് വിഷയത്തിലും സ്വീകരിക്കേണ്ട നിലപാട് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു വിഷയത്തിൽ ഭിന്നഭിപ്രായമുണ്ടായിക്കഴിഞ്ഞാൽ, വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അവൻ അള്ളാഹുവിങ്കിലേക്ക് അത് മടക്കണം. അഥവാ ഇലല്ല എന്ന് പറയുമ്പോൾ ഇലൽ ഖുർആൻ, അവൻ ഖുർആനിലേക്ക് അവന് മടക്കണം. എന്ത് വിഷയത്തിലും എനിക്ക് പരിഹാരം എൻ്റെ ഖുർആനിലാണുള്ളത്. എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു അല്ലേ? ഏത് പ്രഭാഷണത്തിൻ്റെയും ഖുതുബയുടെയും ആദ്യ സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്, ഏറ്റവും ഖൈറായ കലാം, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല ഖൈറായ കലാം അള്ളാഹുവിൻ്റെ കലാമാണ്, ഖുർആനാണത്. അതുകൊണ്ട് എന്ത് വിഷയത്തിലും മനസ്സിന് പ്രയാസം തോന്നുമ്പോൾ ഒരു മുസൽമാൻ ഖുർആനിലേക്കാണ് അവൻ മടങ്ങേണ്ടത്. അതുപോലെ തന്നെ റസൂൽ, അവൻ്റെ റസൂലിലേക്കും അവൻ മടങ്ങണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്ക് അവൻ മടങ്ങണം. അതിലവന് പരിഹാരമുണ്ട്.
മതപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ സഹോദരങ്ങളെ, 23 കൊല്ലത്തെ അവിടുത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിലേക്ക് യാത്രയായത്. അതുകൊണ്ട് തർക്കിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ഒരു നിറഞ്ഞ ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അതിൽ മുഴുവനായും വെള്ളമുണ്ട്, നിറഞ്ഞിരിക്കുന്നു വെള്ളം. ഇതുപോലെയാണ് ഇസ്ലാം ദീൻ. ഇനി ഈ സമ്പൂർണമായ ദീനിൽ ആരെങ്കിലും പുറത്തു നിന്ന് എന്തെങ്കിലും ദിക്റുകളായോ സ്വലാത്തുകളായോ നമസ്കാരങ്ങളായോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളായോ ഇസ്ലാമിലേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, ഈ നിറഞ്ഞ ഗ്ലാസ് വെള്ളത്തിൽ പുറത്തുനിന്നൊരു കല്ലിടുമ്പോൾ ആ ഗ്ലാസ്സിനുള്ളിലെ വെള്ളത്തിൽ നിന്ന് ഒരൽപ്പം പുറത്തേക്ക് തെറിച്ചു പോകാതെ ആ കല്ലിനെ പുറത്തുള്ള കല്ലിനെ ആ ഗ്ലാസ് സ്വീകരിക്കില്ല. അതുപോലെയാണ് ദീനിൻ്റെ വിഷയവും. നിറഞ്ഞു നിൽക്കുന്ന ഈ ദീനിൽ ആരെങ്കിലും പുറമെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഈ ദീനിലുള്ള ചില നടപടിക്രമങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഒന്നും പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബിദ്അത്തുകൾ ഈ ദീനിലേക്ക് കയറി വരുമ്പോൾ പല സുന്നത്തുകളുമാണ് ഈ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. സുന്നത്തുകൾ പഠിപ്പിക്കാനല്ല ആളുകൾക്ക് താല്പര്യം, ബിദ്അത്തുകൾ കടത്തിക്കൂട്ടാനാ ആളുകൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് ശൈത്താനിന് ഇഷ്ടം ഒരു ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിയെയാണ്. കാരണം ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി അവൻ്റെ മനസ്സിൽ തൗബയില്ല. തെറ്റുകൾ ചെയ്യുന്ന വ്യക്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് അള്ളാഹുവേ നീ എന്നോട് മാപ്പ് കാണിക്കണം, എന്നോട് പൊറുക്കണം റബ്ബേ. റബ്ബിനോട് അവൻ തൗബ ചെയ്യും. ഒരു മുദ്നിബിൻ്റെ പ്രത്യേകത ഏതാണ്? അവൻ തൗബ ചെയ്യും. പക്ഷേ ഒരു ബിദ്അത്തുകാരൻ ഒരിക്കലും തൗബ ചെയ്യില്ല. കാരണം അവൻ വിചാരിക്കുന്നത് അവൻ ചെയ്യുന്ന പണി നല്ലതാണ് എന്നാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലി. 2 കാര്യങ്ങളിതാ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. തറക്തു ഫീകും അംറൈൻ. മറ്റൊരു റിവായത്തിൽ കാണാം തറക്തു ഫീകും ഷൈഅൈൻ. 2 കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാ ഞാൻ പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അത് നിങ്ങൾ മുറുക്കെ പിടിക്കുന്ന, നിങ്ങൾക്ക് ആയുസ്സുള്ള കാലത്തോളം ഞാൻ വിട്ടേച്ചു പോയ ഈ 2 കാര്യങ്ങളെയും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ പിഴക്കില്ല. ഒരാൾക്കും നിങ്ങളെ പിഴപ്പിക്കാനും സാധിക്കില്ല. ഒന്നേതാണ്? ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണത്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണത്. ഇത് രണ്ടുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും അല്ലാഹു തആല നമ്മൾക്ക് നൽകുന്നത് ഈ 2 കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ, ആ ഖുർആനിനെ വിശദീകരിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ രേഖ. നാം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും സന്ദേശങ്ങളായിട്ട് കൈമാറേണ്ടതാണിത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനും എൻ്റെ നേതാവിൻ്റെ സുന്നത്തുമാണ്. കാരണം ഈ ലോകത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്ത് റസൂലുള്ളാഹിയുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഇതാ ലോകത്തേത് മനുഷ്യർക്കും തെറ്റുപറ്റാം, ഏത് വ്യക്തികൾക്കും തെറ്റുപറ്റാം. ഈ ഖബറിൽ കിടക്കുന്ന സ്വാഹിബായ അള്ളാഹുവിൻ്റെ റസൂലിനൊഴികെ. എന്തുകൊണ്ട്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹി മാത്രമാണ് അവിടുന്ന് ദീനായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റേതല്ലാത്ത മുഴുവൻ ആളുകളുടെയും വാചകങ്ങളിൽ സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും അതുപോലെ കൊള്ളേണ്ടതുമുണ്ടാകും. ആ നിലക്ക് തന്നെയാണ് ഒരു മുസ്ലിം ഇസ്ലാമിക പ്രമാണങ്ങളെ കാണേണ്ടത്. തെറ്റുപറ്റാത്തത് അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രമാണ്. അവിടുന്ന് ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഏത് നിലപാട് സ്വീകരിക്കണം ഒരു മുസ്ലിം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വശറൽ ഉമൂർ മുഹ്ദസാതുഹാ. ഏറ്റവും കാര്യങ്ങളിൽ മോശമായി കിടക്കുന്നത്, ഷർറായി കിടക്കുന്നത് ഏതാണ്? മുഹ്ദസാതുഹാ. പിൽക്കാലത്ത് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതിയതായിട്ട് ദീനിൽ കടത്തിക്കൂട്ടുന്നതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ. എന്നിട്ട് പറയുന്നു, ആ നിലക്ക് പുതിയതായി ഉണ്ടാകുന്നത് മുഴുവനും ബിദ്അത്തുകളാണ്. ആ കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളുമാകട്ടെ അതൊക്കെ വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ,
ഏത് വഴികേടും നരകത്തിലേക്കാണ് എത്തുന്നത്. പുതിയതായി ദീനിലുണ്ടാക്കുന്നത് മുഴുവനും ബിദ്അത്തായിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. ആ ബിദ്അത്താകട്ടെ മുഴുവനും വലാലത്താണ്. ആ വലാലത്തോ അത് നരകത്തിലേക്കാണ് എത്തുന്നത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാം വളരെ ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്. ഏത് വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമായിരിക്കണം. ഇതല്ലാത്ത ഏതെങ്കിലും ഒന്നിൽ ഒരു മനുഷ്യനെ കൊണ്ട് മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് പ്രിയപ്പെട്ടവരെ മതത്തിൻ്റെ നേർദിശയിൽ നിന്ന് പൗരോഹിത്യം മുസ്ലിമീങ്ങളെ തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളോടും പഠിപ്പിക്കേണ്ടത് ഇതായിരുന്നു. അഥവാ റബ്ബിൻ്റെ ഖുർആനിലേക്കും ഹദീസിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങണമെന്ന്. എന്തുകൊണ്ടാ ഇത് പഠിപ്പിക്കാതെ വരുമ്പോൾ ഓരോരുത്തർക്ക് തോന്നിയ പല കാര്യങ്ങളും അവരവർ മതമായിട്ട് കൊണ്ടുവരും. ലോകത്ത് എത്രയോ ആളുകൾ കള്ള ഹദീസുകൾ ഉണ്ടാക്കി. ഹദീസുകളിൽ മൗദൂ ആയിട്ട് കാണാം, അഥവാ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത, അല്ലേ, റസൂൽ പറയാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ കള്ളമായി ഉണ്ടാക്കിയ വാർത്തകളുണ്ട്. ആളുകൾ ഫിഖ്ഹിൻ്റെ മേഖലകളിലേക്ക് പോകുന്നു, ഖുർആൻ പഠിക്കുന്നില്ല, ഖുർആനിൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല. ആ സമയത്ത് ഒരു പണ്ഡിതൻ ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്നു. പാടില്ലാത്തതായിരുന്നു. അധ്യാപകൻ വിദ്യാർത്ഥികളെ തല്ലിയപ്പോൾ ലോകത്തെ ഏറ്റവും ഷർറായ ആളുകൾ അധ്യാപകന്മാരാണ് എന്ന് പറഞ്ഞ് ഒരാൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗദൂ ആയതുണ്ടാക്കി, അഥവാ കള്ള ഹദീസുകൾ ഉണ്ടാക്കി. ഇങ്ങനെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ മുസൽമാനും ഗൗരവത്തോടുകൂടി അവൻ അറിഞ്ഞിരിക്കേണ്ടത്, ദീനായിട്ട് ആരെങ്കിലും പറയുന്നത് ചെയ്യേണ്ടവനല്ല ഞാൻ. അങ്ങനെ ചെയ്താൽ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഓതിയിട്ടുള്ള സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗത്തുള്ള ഒരു വചനം, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പറയുക പ്രവാചകരെ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ദുനിയാവിൽ കുറേ അമലുകൾ ചെയ്തു, ഒരുപാട് അമലുകൾ ചെയ്തു, നല്ലതെന്ന് വിചാരിച്ചു, അമലു സ്വാലിഹാത്താണെന്ന് കരുതി. പക്ഷേ ആ അമലുകളൊക്കെ എല്ലാ നിലക്കും അല്ലാഹ് പറയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ആ അമലുകൾ മുഴുവൻ നശിച്ച് പാപ്പരായി പോവുകയാണ്. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ദുനിയാവിൽ അവർ ചെയ്ത അമലുകളൊക്കെ പിഴച്ചു പോവുകയാണ്. അവർ വിചാരിക്കുന്നു ചെയ്യുമ്പോൾ ഇതൊക്കെ നന്മയുള്ള കാര്യങ്ങളാണ് എന്ന്. ഈ നിസ്കാരം ഇതിന് കൂലിയുണ്ട്, ഈ സ്വലാത്തിന് കൂലിയുണ്ട്, ഈ ആചാരത്തിന് എനിക്ക് റബ്ബിൻ്റെ അടുക്കൽ കൂലി ലഭിക്കുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പല അമലുകളും അള്ളാഹുവിൻ്റെ പരലോകത്തെത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു പോവുകയാണ്. റബ്ബിൻ്റെ അടുക്കൽ എത്തുമ്പോൾ നശിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാ? ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കർമ്മങ്ങളായിപ്പോയി പലപ്പോഴും ചെയ്തത്, വിശ്വാസങ്ങളായിപ്പോയി പലപ്പോഴും ചെയ്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഈ ദീനിൽ ആരെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിക്കാത്ത ആശയങ്ങൾ ഈ ദീനിൽ കടത്തിക്കൂട്ടിയ വ്യക്തികളെക്കുറിച്ച് പറയുന്നു. അത് മുഴുവനും തള്ളപ്പെടേണ്ടതാണ്. ആ കൊണ്ടുവന്നവനെയും തള്ളണം, ആ ആശയത്തെയും തള്ളണം. കാരണം മൻ അമില അമലൻ ലൈസ ഫീഹി അംരിനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, നാം പഠിപ്പിക്കാത്ത അമലാണത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത് അമലാണത്, നമസ്കാരമാണ്, നോമ്പാണത്, ദിക്റാണത്, ആ നിലക്കുള്ള കാര്യങ്ങളാണെങ്കിൽ കൊണ്ടുവന്നവരെയും തള്ളണം. എങ്ങനെ തള്ളണം? കൊണ്ടുവന്ന ആശയത്തോടുകൂടി അവൻ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കണം. പരലോകത്തിൻ്റെ വിഷയമാണ് പ്രിയപ്പെട്ടവരെ. നാളെയുടെ ലോകത്ത് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വാന ഫറത്തുക്കും അലൽ ഹൗൽ, ഹൗലിങ്കലിൽ ഹൗദുൽ കൗസറിൻ്റെ ഭാഗത്ത്
ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും. അല്ലേ? അറബികൾക്ക് പുരാതന കാലത്ത് ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഒരു വലിയ കച്ചവട സംഘങ്ങളൊക്കെ സുദീർഘമായ യാത്രകൾ ചെയ്യുമ്പോൾ മുൻകൂട്ടി 1-2-3 പേരെ മുൻകൂട്ടി അയക്കും. ആ ആളുകളുടെ പണിയെന്താ? അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ഈ സഞ്ചാരപാതകളിൽ എവിടെയൊക്കെ വെള്ളം ലഭിക്കുന്നുവോ, തണൽ ലഭിക്കുന്നുവോ ആ യാത്രാ റൂട്ട് വളരെ കൃത്യമായി പിന്നിൽ വരുന്ന സംഘത്തിന് അറിയിച്ചു കൊടുക്കലാണ്. അങ്ങനെ ഇവർ മുൻകൂട്ടി പോയി വെള്ളമുള്ള ഭാഗങ്ങളൊക്കെ നിശ്ചയിച്ച് ഇവർക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കും. അതല്ലെങ്കിൽ ഇവരെ അവിടത്തേക്ക് അറിയിക്കും. അവർ പ്രതീക്ഷിച്ചു നിൽക്കും ഈ ആളുകളെ. ഇതുപോലെയാണ് ഈ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഞാൻ നിങ്ങളെ ഹൗദിങ്കൽ കാത്തു നിൽക്കും. ഓരോരുത്തർക്കും ആ ഹൗദിങ്കൽ നിന്ന് റസൂലുള്ള വെള്ളം മുക്കിക്കൊടുക്കും. എന്താണ് ആ ഹൗദിൻ്റെ പ്രത്യേകത? പാലിനേക്കാൾ നിറമുള്ള, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ ആ ഹൗദുൽ കൗസറിൽ നിന്ന് ഓരോരുത്തർക്ക് വെള്ളം മുക്കിക്കൊടുക്കുമ്പോൾ ഒരു വിഭാഗം എത്തുമ്പോൾ അള്ളാഹ് അവിടെ മറവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് ആശയവിനിമയം നടത്താൻ കഴിയാതെ, വെള്ളം കൊടുക്കാൻ കഴിയാതെ റബ്ബദ ഒരു മറവെച്ച് കൊടുക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, ഇതെൻ്റെ ഉമ്മത്താണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പറയുമ്പോൾ റബ്ബിൻ്റെ മറുപടി, മുഹമ്മദേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക ഫീ ദീനിക്, മുഹമ്മദേ നിനക്കറിയില്ല, താങ്കൾക്കറിയില്ല ഇവരെന്താണ് താങ്കൾ മരിച്ചതിന് ശേഷം താങ്കൾ കൊണ്ടുവന്ന ഈ മതത്തിൽ, ജനങ്ങൾക്ക് താങ്കൾ പഠിപ്പിച്ച മതത്തിൽ പുതിയതായിട്ട് എന്തൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവരുണ്ടാക്കിയത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് അള്ളാഹ് മറുപടി കൊടുക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നത്, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ഗയ്യറ ബഅദിക ഫീ ദീനി, ഞാൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ പഠിപ്പിക്കാത്ത പല ആശയങ്ങളും കടത്തിക്കൂട്ടിയ നിങ്ങൾ, ഇതാ നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോയിക്കോ, ബുഅദൻ ബുഅദ, വിദൂരമായി പോയിക്കോ എന്നിൽ നിന്ന് എന്ന് റഹ്മാനായ റബ്ബിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളോട് പറയുകയാണ്. എന്തിനു വേണ്ടി പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ദുനിയാവിൽ അവർ അമലുകൾ ചെയ്തു, പക്ഷേ പഠിപ്പിക്കാത്ത അമലുകളാണ് ചെയ്തത്. അതുകൊണ്ട് സൂറത്തുൽ ആഷിയയിലും അല്ലാഹ് പറയുന്നത്, ഹൽ അതാക ഹദീസുൽ ആഷിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് വുജൂഹു യൗമൈദിൻ ഖാഷിയ, രണ്ടാമത്തെ ആയത്തും കഴിഞ്ഞു. മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹ് ഓർമ്മിപ്പിക്കുന്നു, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് അമലുകൾ ചെയ്ത് ക്ഷീണിച്ചു പോയ ആളുകൾ, തളർന്നു പോയ ആളുകൾ, പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, ആ അമലിനെ കൊണ്ട് സ്വർഗമായിരുന്നു അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. ആ അമലിനെ കൊണ്ട് റബ്ബിൻ്റെ സ്വർഗമായിരുന്നു അവർക്ക് കരസ്ഥമാക്കേണ്ടത്. പക്ഷെ അല്ലാഹ് പറയുന്നു, തസ്ലാ നാറൻ ഹാമിയ, കരിച്ചു കളയുന്ന നരകമാണ് അല്ലാഹു തആല അവർക്ക് നൽകുന്നത്. കരിച്ചു കളയുന്ന നരകം. അമലുകൾ ചെയ്തിട്ട് എന്തുകൊണ്ട് നരകത്തിലെത്തി പ്രിയപ്പെട്ടവരെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവർ ചെയ്തത്. അവിടെയാണ് നാം ഏറ്റവും ഗൗരവത്തോടുകൂടി അറിയേണ്ടത്. ഇസ്ലാമിൽ എന്ത് കാര്യങ്ങൾ സ്വർഗം കിട്ടാൻ വേണ്ടിയാണല്ലോ നാം നമസ്കരിക്കുന്നത്, നാം നോമ്പെടുക്കുന്നത്, നാം സ്വലാത്തുകളും ദിക്റുകളും മറ്റാചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത്, അത് മുഴുവനും അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണോ എന്ന് മുഴുവനായിട്ടും പ്രിയപ്പെട്ടവരെ നാം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ലോകത്തെപ്പോഴും പൗരോഹിത്യം എന്ന് പറയുന്നത് ദീന് വിറ്റ് കാശാക്കി ദീന് കൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകൾക്കിടയിലും മറസൃഷ്ടിക്കുന്ന പൗരോഹിത്യം പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക. ആളുകളോട് ഖുർആൻ പഠിക്കണമെന്ന് പറയുന്നതിന് പകരം ആളുകളോട് പറയുന്നത്, ആളുകളെ പഠിപ്പിക്കുന്നത്, സുന്നത്തിലേക്ക് ജനങ്ങൾ എത്തണമെന്ന് പറയുന്നതിന് പകരം ആളുകളെ പഠിപ്പിക്കുന്നത്, മലയാളക്കരയിൽ ഒരു മനുഷ്യൻ ജനങ്ങളെ പഠിപ്പിക്കുന്നത്, സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരൻ്റെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് കേരളത്തിൽ ഒരാൾ ഒരു സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അല്ലേ? 4-ൽ 1 മദ്ഹബ് പിൻപറ്റൽ നിർബന്ധമാണ് എന്ന്
പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ മറ്റൊരു പേജിലാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, സാധാരണക്കാരൻ ഒരു മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല ഒരു മതപണ്ഡിതനെ നിർബന്ധമായും പിൻപറ്റണമെന്ന്, അന്ധമായി പിൻപറ്റണമെന്ന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത്, ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിക്കല്ലാതെ ലോകത്തെല്ലാവരുടെ വാക്കിലും തള്ളേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, കൊള്ളേണ്ടതുമുണ്ട്. തള്ളേണ്ടതുണ്ട്, കൊള്ളേണ്ടതുമുണ്ട്. മനുഷ്യരാണ്, അബദ്ധങ്ങൾ വരാം, അല്ലേ? വരാറില്ലേ? ലോകത്ത് ഏത് പണ്ഡിതനാ വരാത്തത്? പണ്ഡിതന്മാരൊരാളും പറഞ്ഞില്ല എന്നെ നിങ്ങൾ അന്ധമായി പിൻപറ്റണമെന്ന്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ കൊണ്ടുവന്ന വിഷയങ്ങളിൽ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിനോട്, സ്വഹീഹായ ഹദീസിനോട് യോജിക്കുന്നത് നിങ്ങൾ സ്വീകരിക്കണം, അല്ലാത്തതോ നിങ്ങൾ തള്ളണം. ഞാനൊരു മനുഷ്യനാ, ഞാൻ പറഞ്ഞ ഒരാശയം മുത്ത് റസൂല് പറഞ്ഞതിനോട് യോജിക്കുന്നതാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ, അല്ലെങ്കിൽ സ്വീകരിക്കരുത്. എൻ്റെ വാക്കിനെ മാറ്റി ഹബീബായ റസൂലുള്ളാഹിൻ്റെ വാക്കിനെയായിരിക്കണം നിങ്ങൾ മുൻഗണന നൽകേണ്ടത്. ഇമാം ഷാഫി പറഞ്ഞു, ഇമാം ഹനഫി ഇത് പറഞ്ഞു, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബലും ഇത് പറഞ്ഞു, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേ കാര്യം പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം? ഞങ്ങൾ പറഞ്ഞതും റസൂലുള്ളാഹി പറഞ്ഞതും തമ്മിലൊന്ന് ഒത്തു നോക്കണം. റസൂലുള്ളാഹി പറഞ്ഞതിനോട് ഒത്തു വന്നിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞത് എങ്കിൽ സ്വീകരിക്കണം. ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു വിഭാഗം, ഒരു ജനതയെ പഠിപ്പിക്കുകയാണ്, പണ്ഡിതൻ സത്യം പറയട്ടെ, പണ്ഡിതൻ കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അതല്ലെങ്കിൽ അബദ്ധം പറയട്ടെ. സാധാരണക്കാരൻ്റെ മേൽ നിർബന്ധമാകുന്നത് എന്താണ്? ഒരു പണ്ഡിതനെ അന്ധമായിട്ടങ്ങനെ പിൻപറ്റല. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? ആളുകൾ ഖുർആനിലേക്ക് എത്തുന്നതിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കുമ്പോഴാണ് താൻ വിചാരിക്കുന്നതും തങ്ങൾ വിചാരിക്കുന്നതും എപ്പോഴും ലോകത്ത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബദ്ധം മനസ്സിലാക്കണം. നമ്മൾ ഒരു വിഷയത്തിലും നമ്മൾ ഈ നിലക്ക് അന്ധമായിട്ടുള്ളൊരു അനുകരണം ഒരാളെയും ഇസ്ലാം നമ്മൾക്ക് അനുവാദം നൽകുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ കുങ്കുമ നിറമുള്ള വസ്ത്രം ധരിക്കാം. പക്ഷേ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, റബ്ബിൻ്റെ റസൂൽ അഥവാ ഇസ്ലാം നമുക്ക് വിരോധിച്ച കളറാണ്. കുങ്കുമ കളറിലുള്ള ഒരു വസ്ത്രം ഒരു മുസൽമാൻ ധരിക്കാൻ പാടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അഥവാ രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമ്മുടെ നേതാവ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ഹദീസ് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവിടുന്ന് കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞത്. ഈ ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നില്ല. കാരണം അവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മളോടും അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരു വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസുമായി നിങ്ങൾ യോജിച്ചു നോക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസിനോട് യോജിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് അന്ധമായിട്ട് നിങ്ങൾ എന്നെ അനുകരിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. അല്ലേ, സുബഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൊടുക്കുന്നത് ഇമാം ഷാഫി പറയാണ്, എനിക്കത് ഇഷ്ടമില്ല. ഇൻഷാ അല്ലാഹ് മദ്ഹബുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാനത് വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഷാഫിക്ക് ഇഷ്ടമില്ല സുബഹിക്ക് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഇഷ്ടമില്ല? ഇമാം ഷാഫി നിലപാട് വ്യക്തമാക്കി, ഒരൊറ്റ ഹദീസിലും സുബഹിക്ക് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൊടുക്കുന്നത് ശരിയായ നിലക്ക് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ലോക മുസ്ലിമീങ്ങൾ കൊടുക്കുന്നു, ഷാഫി മദ്ഹബുകാരടക്കം കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇമാം ഷാഫിക്ക് ആ ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇമാം ഷാഫി ഒരു മനുഷ്യനാ, അറിവിന് വേണ്ടി ഒരുപാട് സഞ്ചരിച്ചു, ഒരുപാട് മൈലുകൾ താണ്ടി.
പക്ഷേ ഈ ഹദീസ് കിട്ടാത്തത് കൊണ്ടായിരിക്കും ആ നിലക്ക് ഇമാം ഷാഫി അത് പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യകാലത്ത് പറഞ്ഞ ഫത്വകളെ പല ഫത്വയെയും അവസാന കാലത്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യകാലത്ത് ശരിയല്ലെന്ന് പറഞ്ഞത് അവസാന കാലത്ത് അതാണ് ശരിയെന്ന് പറഞ്ഞു. ആദ്യകാലത്ത് ശരിയാണെന്ന് പറഞ്ഞ പലതും അവസാന കാലത്ത് മുസ്ലിമീങ്ങളെ അത് ശരിയല്ലെന്ന് പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ആദ്യകാലത്ത് ലഭിക്കാത്ത പല ഹദീസുകളും മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അവസാന കാലത്ത് കിട്ടി. അതുകൊണ്ട് നാം സ്വീകരിക്കേണ്ട ഒരു മുസ്ലിമിൻ്റെ നിലപാട്, നമ്മുടെ ഒരു കർമ്മം അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് നാം ഒരു മുസ്ലിമായിരിക്കണം. രണ്ടാമത് ഇത്തിബാഉ സുന്നത്തുണ്ടായിരിക്കണം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന ഒരു ബോധം സഹോദരങ്ങളെ നമ്മൾക്കുണ്ടാകണം. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു കർമ്മത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ടോ? ളുഹർ 4 നിസ്കരിക്കുന്നുവോ? ആ 4 റസൂലുള്ള പഠിപ്പിച്ചതാകണം. അത് 5 ആക്കാനോ അത് 3 ആക്കാനോ എനിക്ക് അള്ളാഹുവിൻ്റെ ദീൻ അനുവാദം നൽകുന്നില്ല. ഏതെങ്കിലും സമയത്തിൻ്റെ പേരിൽ നോമ്പെടുക്കാനുള്ള അനുവാദമില്ല. ഏതെങ്കിലും സ്വലാത്തുകൾ ഉണ്ടാക്കി ഇത്ര വട്ടം ചൊല്ലിയാൽ ഇത്ര കൂലിയുണ്ടെന്ന് പറയാൻ എനിക്ക് അനുവാദമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച അമലുകൾ മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഇതോടൊപ്പം മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയും കിട്ടണം എന്ന ചിന്തയുണ്ടാകണം. ഇതാണ് അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പൗരോഹിത്യം ഇവിടെയും കയറുകയാണ്. ആളുകളെ റബ്ബിൻ്റെ ദീനിൽ നിന്ന് അകറ്റാനും തങ്ങളുടെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും അള്ളാഹുവിനോട് ഒരിക്കൽ പോലും റബ്ബിൻ്റെ ഭാഗത്തേക്ക് എത്തരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളിൽ ആളുകൾ കടന്നുകൂടുന്നു, പൗരോഹിത്യം കടന്നുകൂടുന്നു. ഒരു മുസ്ലിം ഏറ്റവും അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവോട് ചെയ്യേണ്ട പ്രാർത്ഥന. ജീവിതത്തിന് എന്ത് സന്ദർഭങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും ഒരു മുസൽമാന്റെ നെഞ്ഞിൽ, ഒരു മുസൽമാന്റെ മനസ്സുകൾക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനകൾ റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്നാണ്. അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു മുസ്ലിം ഏതവസ്ഥയിലും അവൻ ആ നിലക്ക് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു മുസൽമാൻ പഠിക്കേണ്ടതാണ്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹ് നിങ്ങളെ എന്തിനു പരിഗണിക്കാനാ? അല്ലാഹ് നിങ്ങളെ പരിഗണിക്കുക പോലുമില്ല. ഒരാൾ റബ്ബിനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹ് അവനെ പരിഗണിക്കുന്നില്ല. മല്ലം യസ്അലില്ല യഗ്ളബ അലൈഹി. അല്ലാഹുവിനോട് ഒരാൾ ചോദിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിന് അവനോട് ദേഷ്യമാണ്. ലൈസ ശൈഉൻ അക്രമ ഇൻദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന, ഇതിനോളം സ്വീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന മറ്റൊരു കാര്യവുമില്ല മിന ദുആ, പ്രാർത്ഥനയേക്കാൾ. അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. റബ്ബിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇക്റാം ലഭിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. അള്ളാഹ് പരിഗണിക്കില്ല നിന്നെ റബ്ബിൻ്റെ മുമ്പിൽ നീ കൈനീട്ടാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആനി. അല്ലാഹ് പറയുന്നു സൂറത്തുൽ ബഖറയിലൂടെ, പ്രവാചകരെ വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെപ്പറ്റി താങ്കളോട് ചോദിച്ചാൽ. ഈ ആയത്തിന് മുഫസ്സിരീങ്ങൾ ഒന്നുകൂടി എടുത്തു പറയുന്നു. പ്രവാചകനോട് പല വിഷയങ്ങളെക്കുറിച്ചും ആളുകൾ ചോദിക്കും. മാസത്തെക്കുറിച്ച് ചോദിക്കും, റൂഹിനെക്കുറിച്ച് ചോദിക്കും, സ്വതക്കയെക്കുറിച്ച് ചോദിക്കും, പലതിനെക്കുറിച്ചും ചോദിക്കും. അപ്പോഴേക്ക് ഖുർആനിൽ ആയത്തുകൾ കാണാം, ഖുൽ, താങ്കൾ പറഞ്ഞു കൊടുക്കൂ, താങ്കൾ പറഞ്ഞു കൊടുക്കൂ, ഇന്നതാണ് അതിൻ്റെ ഉത്തരം, ഇന്നതാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഈ ആയത്തിൽ പറയുന്നു അല്ലാഹ്, താങ്കൾ എന്നെക്കുറിച്ച് താങ്കളോട് ആളുകൾ ചോദിക്കും, ഖുൽ, താങ്കൾ പറഞ്ഞു കൊടുക്കൂ എന്നുള്ള പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഈ വിഷയം പ്രാർത്ഥനയുടെ വിഷയമാണ്. എന്നെപ്പറ്റി എൻ്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ എന്നൊരു താങ്കൾ പറയണം എന്ന പദപ്രയോഗം വെക്കാതെ അല്ലാഹ് തന്നെ നേരിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ ഫഇന്നി ഖരീബുൻ, ഞാൻ അവൻ്റെ സമീപത്തുണ്ട്. ഖുൽ, താങ്കൾ പറ ഫഇന്നി ഖരീബുൻ, ഞാൻ അവൻ്റെ സമീപത്തുണ്ട് എന്നല്ല അല്ലാഹ് പറയുന്നത്. നേരിട്ടല്ല പറയുന്നു ഫഇന്നി ഖരീബുൻ, ഞാൻ അവൻ്റെ സമീപത്തുണ്ട്. എന്തിനുണ്ട്? ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, എന്നോട് ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഉത്തരം കൊടുക്കാൻ. നിങ്ങൾ നോക്കൂ, എന്നോടൊരു മനുഷ്യൻ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ അവൻ്റെ സമീപത്തുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പോലും അല്ലാഹ് അവിടെ വെക്കുന്നില്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏത് പ്രാർത്ഥനയും
ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിങ്കിലേക്കാണ് അവൻ ഉയർത്തേണ്ടത്. അബദ്ധങ്ങൾ എത്ര ചെയ്താലും, എത്ര തെറ്റുകൾ ചെയ്താലും, എത്ര കുറ്റങ്ങൾ ചെയ്താലും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സ്വന്തം മനസ്സിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത്, ദുൽമുകൾ ചെയ്ത് എനിക്ക് എൻ്റെ റബ്ബ് പൊറുക്കില്ല എന്ന് വിചാരിച്ച് ആശ മുറിഞ്ഞ് നിരാശപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരോട് പോലും പറയൂ പ്രവാചകരെ, എന്താ പറയേണ്ടത്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. എനിക്കല്ല പൊറുക്കൂല, എന്നെ റബ്ബ് പരിഗണിക്കൂല, എൻ്റെ ദുആ അല്ലാഹ് കേൾക്കൂല, എനിക്ക് ഉത്തരം തരില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാ തെറ്റും പൊറുക്കുന്നവനാണ്. അല്ലാഹ് ഏത് തെറ്റും പൊറുക്കുന്നവനാണ് അല്ലാഹ്. ആ നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, എന്നാലോ അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഇതാരാ പറയുന്നത്? അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹ് പറയാ, അള്ളാഹ് സത്യമാണെങ്കിൽ, റബ്ബിൻ്റെ ദീന് സത്യമാണെങ്കിൽ, ആ ഖുർആൻ സത്യമാണെങ്കിൽ അള്ളാഹ് പറയാ, എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെയും അല്ലാഹു തആല ഇതിൽ ഇടയാളന്മാരായി സ്വീകരിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ ഉത്തരം തരും. എന്നിട്ട് അള്ളാഹ് പറയുന്നു, റബ്ബിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. എന്തുകൊണ്ട്? തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹ് പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, തീർച്ചയായും പള്ളികൾ, ഭവനങ്ങൾ, അള്ളാഹുവിൻ്റെ വീടുകൾ, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ലില്ലാഹ്, അത് അള്ളാഹ്ക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ ദുആ ചെയ്യരുതേ, അള്ളാഹിനെ ഒഴിവാക്കി ദുആ ചെയ്യരുതേ എന്നല്ല. അള്ളാഹുവെ എന്ന് വിളിക്കുന്നതോടൊപ്പം ഒരാളും റബ്ബിനോടൊപ്പം മറ്റൊരാളെയും പങ്കു ചേർക്കരുത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, ഒരാളെപ്പോലും നിങ്ങൾ പങ്കു ചേർക്കരുതേ, വിളിച്ച് ദുആ ചെയ്യരുതേ. അള്ളാഹിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം ഒരാളോടും ദുആ ചെയ്യരുതേ എന്നുള്ള പറയുന്നു. ചെയ്താൽ അതിനാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ, ഖുർആനിൻ്റെ ഭാഷയിൽ ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്ക് ഒരാൾ ചെയ്താൽ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽളാലിമീന മിൻ അൻസ്വാർ, അത് സംഭവിച്ചാൽ അള്ളാഹുവിന് സ്വർഗം നിഷിദ്ധമാക്കി. അതുപോലെ തന്നെ നരകമാണ് അവൻ്റെ സങ്കേതം. അക്രമികളായ ആളുകൾക്ക് ഒരാളും സഹായിയായിട്ടുണ്ടാവുകയുമില്ല. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ ഒരു തവണ പോലും അള്ളാഹുവോടല്ലാതെ ദുആ ചെയ്യരുതേ എന്ന് അള്ളാഹു ആണയിട്ട് പറയുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനിൽ 25ഓളം നബിമാരുടെ ചരിത്രം വിശദീകരിക്കുന്നു, പേരുകൾ പറയുന്നു, അല്ലേ, പല കാര്യങ്ങളും പറയുന്നു. ഖുർആനിൽ അമ്പിയാക്കളെക്കുറിച്ച് പറയുന്നു, സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയുന്നു, മറിയം ബീവിയെക്കുറിച്ച് പറയുന്നു, ഫിർഔനിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ പല ഔലിയാക്കളെക്കുറിച്ച് പറയുന്നു, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്നു. പലരുടെയും ദുആ ഖുർആനിൽ കാണാം, അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, റബ്ബി, എൻ്റെ റബ്ബേ എന്നല്ലാതെ ഒരു ദുആ മുൻകഴിഞ്ഞ നബിമാരോടോ സ്വാലിഹീങ്ങളോടോ ഏതെങ്കിലും വ്യക്തികളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഒരാളോടും പ്രിയപ്പെട്ടവരെ ഒരാളും ദുആ ചെയ്യുന്നത് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഏത് പ്രതിസന്ധിയിലും എന്നെ രക്ഷിക്കാൻ എൻ്റെ റബ്ബിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. ആ റബ്ബിനോട് ഞാൻ ദുആ ചെയ്താൽ എൻ്റെ റബ്ബിനോട് പറഞ്ഞതാണ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഫഇന്നി ഖരീബുൻ, ഞാൻ സമീപത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്തവൻ്റെ ദുആക്ക് ഉത്തരം കൊടുക്കാൻ എന്ന് അള്ളാഹ് പറഞ്ഞെങ്കിൽ എനിക്കത് മതി, എൻ്റെ റബ്ബ് മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പൗരോഹിത്യം ഈ ഭാഗത്ത് പോലും കത്തിവെക്കുകയാണ് പ്രിയപ്പെട്ടവർ, അടർത്തി മാറ്റുന്നു. റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു 3 രീതിയിൽ ഉത്തരം ലഭിക്കും. ഒന്നുകിൽ ചോദിച്ചത് അല്ലാഹ് ആ സമയത്ത് തന്നെ തരും, അതല്ലെങ്കിൽ ആ സമയത്ത് തരില്ല, നിനക്ക് വരാനുള്ള മുസീബത്തുകളെ ആ ദുആ കൊണ്ട് അല്ലാഹ് മാറ്റും. അതല്ലെങ്കിലോ നിനക്ക് നാളെ പരലോകത്തേക്ക് അല്ലാഹ് കൂമ്പാരക്കണക്കിന് നന്മയായിട്ടത് മാറും. ചില ആളുകളൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് എത്തുന്നു, ഇത്രമാത്രം വലിയ നന്മ ഞാൻ എന്ത് ചെയ്തു എന്ന് ആ പർവ്വതക്കണക്കിന് നന്മകളെ കാണുമ്പോൾ ഇതൊക്കെ എവിടുന്നാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയാ, നീ ദുനിയാവിൽ എത്ര ദുആ ചെയ്തു മനുഷ്യ, ആ ദുആക്കൊന്നും പലപ്പോഴും നിനക്ക് ഞാൻ ഉത്തരം തന്നിട്ടില്ല. പക്ഷേ
ആ ദുആക്കൊന്നും ഉത്തരം തരാതെ നിനക്ക് ഞാൻ മാറ്റിവെച്ചത് ഈ സ്വർഗത്തിലേക്കാണ് എന്ന് അള്ളാഹുവിൻ്റെ മറുപടിയാണ് അവന് ലഭിക്കുന്നത്. അല്ലേ, ഞാൻ ചെയ്ത ഒരു ദുആക്കും എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് അവൻ ആലോചിച്ചു പോകും. കാരണം അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താണ്. ഉത്തരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, നീ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുമ്പോൾ ഒരു ഖൈർ നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ 1000 ഖൈർ നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇവിടത്തേക്കാളും വലുത് അള്ളാഹിൻ്റെ പരലോകത്തെ സ്വർഗമാ. അള്ളാഹു ആ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ഈ പ്രാർത്ഥന ഇത് പഠിക്കുന്ന ഒരു മുസ്ലിം എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാത്ത ഒരാളിലേക്ക് അവൻ തിരിയുന്നത്, അല്ലാത്ത ഒരാളിലേക്ക് അവൻ തിരിഞ്ഞെത്തുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു കാലത്ത് പഠിപ്പിച്ചു പോയി അള്ളാഹിനോട് ദുആ ചെയ്യാനുള്ള അർഹത നമ്മൾക്കില്ല. സാധാരണക്കാരൻ അള്ളാഹിനോട് ദുആ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കില്ല. പാപം നിറഞ്ഞ കൈകളുമായി റബ്ബിങ്കിലേക്ക് കൈ നീട്ടുമ്പോൾ അവൻ്റെ ദുആ അല്ലാഹ് ഒരിക്കലും സ്വീകരിക്കൂല. അവൻ അമ്പിയാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ രീതിയിലൂടെ പോകട്ടെ, മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ രീതിയിലൂടെ പോകട്ടെ. എന്തിനാ? മഹാന്മാരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്ന മഹാന്മാരെ കൊണ്ട് ഇടം തേടിയാൽ, തവസ്സുൽ ചെയ്താൽ അങ്ങനെ മാത്രമേ അല്ലാഹ് ദുആ സ്വീകരിക്കൂ എന്ന് പഠിപ്പിച്ച് റബ്ബിനോട് നേരിട്ട് കൈപൊക്കി ദുആ ചെയ്യുന്നൊരവസ്ഥയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പൊതുജനങ്ങളെ, സാധാരണക്കാരെ ആളുകൾ മാറ്റുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ മുൻപ് കാലത്ത് പഠിപ്പിച്ചിരുന്നു സഹോദരങ്ങളെ. ഒരു പുസ്തകത്തിൽ ഒരു പണ്ഡിതനോട് ഒരു വിഭാഗം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യമെന്ന് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ എഴുതപ്പെടുന്ന വാചകങ്ങൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ എന്നാണ് ഒരു പണ്ഡിതനോട് ചോദിക്കുന്നത്. ഈ പുസ്തകത്തിൽ കാണാം, നമ്മൾക്കൊക്കെ വാങ്ങാൻ ലഭിക്കുന്നൊരു പുസ്തകമാണ് ഫത്താവ മുഹിയുസ്സുന്ന എന്നാണ് ഇതിൻ്റെ പേര്. പൊന്മളക്കാരനാണ് ഇത് രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? മരിച്ചു മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണമെന്നോ ബദരീങ്ങളെ രക്ഷിക്കണമെന്നോ ഇങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അല്ലേ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം? മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം അനുവാദം കൊടുക്കുമോ എന്ന് നമ്മൾ വിചാരിച്ചു പോയിരിക്കാം. പക്ഷെ നിങ്ങൾ നോക്കൂ, ഉത്തരം കൊടുക്കുകയാണ്, അനുവദനീയമാണ്, പ്രാർത്ഥിക്കാൻ അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് വിശദീകരിച്ചു പോവുകയാണ്. എവിടെ എത്തി സഹോദരങ്ങളെ? ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി അവൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന. അവിടെയാണ് പൗരോഹിത്യം സാധാരണക്കാർക്കുമിടയിലും അള്ളാഹുവിനുമിടയിലും ഒരു മറവെക്കുന്നത്. നേരിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഒരാൾ ആ നിലയ്ക്ക് മാറ്റുകയാണ്. ഏറെ ഗൗരവത്തിലാണ് ഞാൻ ഈ വിഷയം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ നിലയ്ക്ക് വിശ്വസിച്ചു പോരുന്ന ആളുകൾ ഇന്നുമുണ്ട്. ചില ആളുകളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, സഹായം ചോദിക്കലേയുള്ളൂ എന്നൊക്കെ പറയുന്നുവെങ്കിലും ഇന്നും ലോകത്ത് പിൻവലിക്കപ്പെടാത്ത നിലക്ക് ഇന്നും വിറ്റടിച്ചു കൊണ്ടിരിക്കുന്ന, കോഴിക്കോട് നിന്നും മറ്റു പല പുസ്തകശാലകളിൽ നിന്നും വിറ്റടിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകമാണിത്. ഒരു വിഭാഗത്തിൽ ഇസ്ലാമികപരമായ വിഷയങ്ങൾക്ക് ഫത്വ നൽകുന്ന വ്യക്തി കൂടിയാണിത്. അദ്ദേഹമാണ് ഒരു അറുപ്പും വെറുപ്പും ഒരു മറയും കൂടാതെ അള്ളാഹുവോടല്ലാതെ മരിച്ചുപോയവരെ, അതുപോലെ തന്നെ ബദരീങ്ങളെ, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോൾ അനുവദനീയമാണ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, എവിടെ എത്തി ഈ സമൂഹം ഇസ്ലാമിൽ നിന്ന് തെറ്റുമ്പോൾ അവർ സംഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം അബദ്ധങ്ങൾ. അതുപോലെ ഏറ്റവും ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അള്ളാഹിനോട് നേരിട്ട് ദുആ ചെയ്യുന്നൊരു വ്യക്തി, ആ മനുഷ്യനെക്കുറിച്ച് പറയാണ്, ഒരിക്കലും തന്നെ നേരിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അത് ഖൈറായിട്ട് മാറുകയില്ല. മഹാന്മാരിലൂടെ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ
ഏറ്റവും ഹൈറായി മാറുന്നത് എന്ന് മറ്റൊരു പുസ്തകത്തിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഏതാണ് നമ്മൾക്കൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്നതല്ലെങ്കിൽ വലിയ പുണ്യമാണെന്ന് വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്നത്. ആ മുഹയ്യിദ്ദീൻ മാലയ്ക്ക് മലയാളത്തിലൊരു വ്യാഖ്യാനമുണ്ട്. ഈ മുഹയ്യിദ്ദീൻ മാല വ്യാഖ്യാന ഗ്രന്ഥത്തിന് ഈ എഴുതിയ വ്യക്തി ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ മുഹയ്യിദ്ദീൻ മാലയുടെ ഈ വ്യാഖ്യാനം, ഈ മുഹയ്യിദ്ദീൻ മാല തെറ്റാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനും തെറ്റാണ് എന്ന് അവകാശപ്പെടുന്നൊരു ഗ്രന്ഥമാണിത്. ഇത് തെറ്റാണെങ്കിൽ അള്ളാഹിൻ്റെ ഖുർആനും തെറ്റാണ്. ഇതിൻ്റെ 355 പേജിൽ നമ്മൾ കാണാം, അദ്ദേഹം പറയാണ്, മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. ഒരാവശ്യം നേടാൻ മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ആവശ്യങ്ങൾ നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് ഒരു തെളിവുമില്ല. മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നുമില്ല. നിങ്ങൾ നോക്കൂ, ഒരാവശ്യം നേടാൻ ഏറ്റവും നല്ലതായിട്ട് പഠിപ്പിക്കുന്നത് മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കല. അള്ളാഹുവിൻ്റെ കലാം പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എന്നോട് എൻ്റെ ഒരു അടിമ ചോദിക്കുമ്പോൾ ഞാനവൻ്റെ സമീപത്തുണ്ട്. ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, അല്ലേ? എന്തിനാ? അവൻ എന്നോട് ചെയ്യുന്ന ദുആക്ക് ഉത്തരം കൊടുക്കാൻ. പൗരോഹിത്യം പഠിപ്പിക്കുന്നതോ ആവശ്യങ്ങൾ നേടാൻ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു തെളിവുമില്ല. എന്നിട്ട് എന്തിനാ തെളിവുള്ളത് പോലും? മഹാത്മാക്കളിലൂടെ ചോദിക്കുന്നതിനാണ് പോലും. അല്ലാഹ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, അസ്തജിബ് ലക്കും ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പക്ഷേ പൗരോഹിത്യം പഠിപ്പിക്കുന്നു നേരിട്ട് ദുആ ചെയ്യണ്ട, നേരിട്ട് ദുആ ചെയ്യേണ്ടതില്ല. ഒരുപാട് തെളിവുണ്ട് പോലും മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് പോലും ഖുർആനിൽ, അല്ലേ? എന്നിട്ടോ എത്രത്തോളം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, റബ്ബിനോട് ഒരാളോടും മറ്റൊരു നിലക്ക് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും വിളിച്ച് ദുആ ചെയ്യരുതേ എന്ന് അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കുമ്പോൾ ഈ പഠിപ്പിച്ചതിനെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. മറ്റൊരാൾ സൂചിപ്പിക്കുന്ന ഈ വിഷയം, അഥവാ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അവരെ തോൽപ്പിച്ചു കളഞ്ഞു, അവരെ അരുക്കാക്കി കളഞ്ഞു എന്നതിന് ആ വിഭാഗം പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അഥവാ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ ഒരു മഹാൻ പറയാണ്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് അത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. നിങ്ങൾ നോക്കൂ, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ അവരെ വഹാബികൾ എന്ന മുദ്ര കുത്തി. എന്നിട്ടോ ഷിയായിസത്തിൻ്റെ ആദർശം കടമെടുത്തിട്ട് ഞങ്ങളാണ് സുന്നത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് കേരളക്കരയിലും പുറത്തും അതിൻ്റെ പേരിൽ പ്രഭാഷണം നടത്തുന്നു, എഴുത്തു നടത്തുന്ന ആളുകൾ പറയാ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഇബ്ലീസിൻ്റെ പ്രമേയം പോലെയാണ്. എന്താണ് ഇബ്ലീസ് പറഞ്ഞത് പോലും? ഇബ്ലീസ് പറഞ്ഞു പോലും റബ്ബിനോട്, അഥവാ ഇബ്ലീസിനോട് പറഞ്ഞു ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു പോലും സുജൂദ് അള്ളാഹ്ക്ക് മാത്രം. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലേ? ഇവർ സങ്കല്പിക്കുക. എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഞാൻ എന്തിനാ ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്? ഈ തീന സൃഷ്ടിക്കപ്പെട്ട ഞാൻ കളിമണ്ണിനെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയോ? കിബറ. ഇവര് എന്താ എഴുതിക്കൂട്ടുന്നത്?
ഇബ്ലീസ് പറഞ്ഞു പോലും അള്ളാഹിനോട് സുജൂദ് അള്ളാഹ്ക്ക് മാത്രം. ഇതുപോലെയാ നാട്ടിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ജനങ്ങളോട് മഹാത്മാക്കളെ വിളിച്ച് ദുആ ചെയ്തോ, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്തോ, അമ്പുറന്തങ്ങളെ വിളിച്ച് ദുആ ചെയ്തോ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ഇബ്ലീസ് പണ്ട് അള്ളാഹിനോട് പറഞ്ഞതുപോലെ പറയുകയാണ് പോലും പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമെന്ന്. സുന്നി പണ്ഡിതന്മാർ എന്നിട്ട് വഹാബികളെ ധൈര്യപ്പെടുത്തി പോലും എന്ത് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന പ്രമേയം, സുജൂദ് അള്ളാഹ്ക്ക് മാത്രമെന്ന് പറഞ്ഞ ഇബ്ലീസിൻ്റെ പ്രമേയം പോലെയാണ് എന്ന് സഹോദരങ്ങളെ ആ നിലക്ക് പറഞ്ഞ് ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു രംഗം നമ്മുടെ നാടുകളിലുണ്ടായി. എത്രയോ ആളുകൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹിനോടല്ലാതെ ദുആ ചെയ്യുന്നത് നിങ്ങൾക്ക് സൈറ്റുകളിൽ പോയി പരിശോധിക്കുമ്പോൾ കാണാം. അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, മമ്പുറന്തങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ, അതുപോലെ ജാറങ്ങളിൽ പോയി ഖബറിൽ കിടക്കുന്ന ആളുകളോട് വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ, ഖബറിൽ ആളുണ്ടായിട്ടും ചില ഖബറുകളിൽ ആളില്ല, ഒരാൾക്ക് തന്നെ 2 ഖബറുകൾ, അവിടങ്ങളിലൊക്കെ പോയി ദുആ ചെയ്ത സമ്പ്രദായങ്ങൾ കാണാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി, ഇത് പൗരോഹിത്യം ഈ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു ജൂതൻ്റെ ഒരു ആദർശമാണ് എന്ന് നാം തിരിച്ചറിയാതെ നിൽക്കാൻ പാടില്ല. നാം തിരിച്ചറിയണം, നാം അറിഞ്ഞിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും എനിക്ക് എൻ്റെ റബ്ബ് തണലായിട്ടുണ്ടാകും, അല്ലേ? അതുകൊണ്ട് നാം അള്ളാഹിനോട് പറയുന്നത് നമസ്കാര ശേഷം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത്, നീ തടഞ്ഞത് തടയാൻ ലോകത്തൊരാളുമില്ല റബ്ബേ. വലാ മുഅ്തിയ ലിമാ മനഅത്, നീ തടഞ്ഞത് തരാനും ലോകത്തൊരാൾക്കും കഴിയില്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ, പ്രതിജ്ഞ എടുക്കുന്നവരാ നമ്മൾ. എവിടെയും നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരാളിലേക്ക് തിരിയേണ്ടതില്ല. വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നവരാ നമ്മൾ. റബ്ബിൽ അഭയമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങുന്നു. എന്തിനും അള്ളാഹു അഭയമർപ്പിക്കുന്നു. അവൻ പതറില്ല, തളരില്ല, തകരില്ല. അവൻ റബ്ബിനോട് നിരന്തരം ദുആ ചെയ്തിട്ട് ഉത്തരം ലഭിക്കുമ്പോൾ സന്തോഷമാണ്, ഉത്തരം ലഭിച്ചില്ലെങ്കിലും സന്തോഷമാണ്. അതൊരു ഇബാദത്താണ്, അതൊരു നന്മയാണ്. അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്തിലേക്കൊരു നന്മയായിട്ട് അത് മാറുമെന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ നാം തിരിച്ചറിയണം, ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങളിൽ ഏതൊക്കെ നിലക്ക് പൗരോഹിത്യം ഈ സമൂഹത്തെ ചതിക്കുന്നുവെന്ന് വരും ക്ലാസ്സിലൂടെയും നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അർഹമുറാഹിമിനായ നാഥൻ ആദർശത്തെ കൃത്യമായി പഠിക്കാനും സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കാനുമുള്ള കഴിവ് നമുക്കും സർവർക്കും റബ്ബ് നൽകുമാറാകട്ടെ. റബ്ബിൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മാരക രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും കടക്കണിയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.